ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ഏജൻറ്റിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായും 5 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻ്റ് ഏജൻസിനെയാണ് പരിചയപ്പെടാനുള്ളത്. അവയുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേരുകളാണെന്ന് വായിക്കാം. സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ്, രണ്ടാമത്തേത് മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റ്, തേർഡ് വൺ ഗോൾ ബേസ്ഡ് ഏജൻറ്റ്, ഫോർത്ത് വൺ യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്, ഫിഫ്ത്ത് വൺ ലേണിംഗ് ഏജൻറ്റ്. ഇങ്ങനെ നമുക്ക് 5 തരം ഏജൻറ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഇൻ്റലിജൻസിൻ്റെ ഏജൻറ്റിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തരംതിരിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഏജൻറ്റിൻ്റെ ഇൻ്റലിജൻ്റ് ലെവൽസിൻ്റെ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് നമ്മളെ ഏജൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി, ഇവിടെ ഏജൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി കൂടി വരുന്ന തരത്തിലാണ് ഇവയെ ബേസിക്കലി അറേഞ്ച് ചെയ്തത്. അതായത് ഏറ്റവും കോംപ്ലക്സിറ്റി കുറഞ്ഞതാണ് സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ്, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയതാണ് മോഡൽ ബേസ്ഡ്, നെക്സ്റ്റ് ഗോൾ ബേസ്ഡ്, ദെൻ യൂട്ടിലിറ്റി ബേസ്ഡ്, ഫൈനലി ലേണിംഗ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ എന്താണ് ഇൻ്റലിജൻസിൻ്റെ ലെവലിൻ്റെയും ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. താഴോട്ട് വരുന്നതനുസരിച്ച് അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി വരികയാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ ടൈപ്പായ സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഏജൻറ്റുകളെയാണ് നമ്മൾ സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു, നമ്മൾ പെർസെപ്റ്റ് എന്നാണ് പറയുക, PRCEPT, പെർസെപ്റ്റ്. അപ്പം കറണ്ട് ഇൻപുട്ട്, അതായത് ഇൻസ്റ്റൻറ്റിൽ അത് എന്താണോ ക്യാപ്ചർ ചെയ്യുന്നത്, അത് എന്താണോ അത് ഇൻപുട്ടായി എടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും അവ തീരുമാനം എടുക്കുക. അതായത് ഇതിന് എന്താണ് പെർസെപ്റ്റ് സീക്വൻസ് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെയില്ല. കറണ്ട് ഇൻപുട്ട് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നു, തീരുമാനം എടുക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്. അതായത് ഇത് കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാത്ത തരത്തിലുള്ളൊരു ഏജൻറ്റുകളാണ്. ഓക്കെ, അപ്പം ഇത്ര ഏജൻറ്റുകളുടെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കണ്ടീഷൻ ആക്ഷൻ റൂളുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു ടേമാണ് കണ്ടീഷൻ ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇവിടെ എഴുതാം. കണ്ടീഷൻ ആക്ഷൻ ഒന്നുമില്ല, നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറയും. ആ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയ ആക്ഷൻ പെർഫോം ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ആക്ഷൻ പെർഫോം ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരു ആക്ഷനും ചെയ്യില്ല. അത്തരം ഏജൻറ്റുകളാണ് സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ വിൽ ബി എ റിഫ്ലക്സ്. ആക്ഷൻ ബിക്കം റിഫ്ലക്സ്. ഓക്കെ, ആക്ഷൻ എടുക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, കറണ്ട് പെർസെപ്റ്റ് മാത്രം, ഇപ്പം എന്ത് പെർസീവ് ചെയ്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പറയുന്നത് ഒരു 3 സ്റ്റെപ്പുകളായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറയുക. അതിൻ്റെ അകത്ത് ഒന്നാമതായിട്ട് ഇതിൻ്റെ വർക്കിങ്ങിനകത്ത് അത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇറ്റ് വിൽ പെർസീവ്. ആദ്യം എന്ത് ചെയ്യും, പെർസീവ്.
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പെർസീവ് ആണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് പെർസീവ് ചെയ്ത കണ്ടീഷൻ ഏജന്റിന്റെ കയ്യിലുള്ള ആക്ഷൻ റൂൾസിന് എഗെയിൻസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്നത് മാച്ചിങ് ആണോ എന്ന് നോക്കലാണ്. രണ്ടാമത് ചെയ്യുന്നത് ഇവിടെ മാച്ചിങ് ആണ് നോക്കുന്നത്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏജന്റ് പെർസീവ് ചെയ്ത കണ്ടീഷനെ ഏജന്റിന്റെ കയ്യിലുള്ള കണ്ടീഷൻ ആക്ഷൻ റൂൾസിന് എഗെയിൻസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പൊ കണ്ടീഷൻ ആക്ഷൻ റൂൾസിനെ തന്നെയാണ് നമ്മൾ ഇഫ് ദെൻ റൂൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. കണ്ടീഷൻ ആക്ഷൻ റൂളിന്റെ വേറെ പേരാണ് ഇഫ് ദെൻ റൂൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ വേറെ പേരിട്ട് വിളിക്കാം, പ്രൊഡക്ഷൻ റൂൾ. ഓക്കെ, അപ്പം കണ്ടീഷൻ ആക്ഷൻ ഇഫ് ദെൻ റൂൾ എന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ പ്രൊഡക്ഷൻ റൂൾ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ മാച്ചിങ് ചെക്ക് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ആക്ട് ചെയ്യും. അതായത് തൻ്റെ കയ്യിലുള്ള ഒരു കണ്ടീഷൻ റൂളുമായിട്ട് മാച്ച് ചെയ്താൽ ഏജന്റ് അതിനനുസൃതമായിട്ടുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും. ഒരു എന്താണ്, കുറേ റൂൾസുകൾ കാര്യങ്ങൾ ഇതിൻ്റെ കയ്യിൽ നിന്നുണ്ടാവും, കുറേ ഇഫ് ദെൻ റൂൾസുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു റൂളായിട്ട് എന്ത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏജന്റ് അതിനനുസൃതമായിട്ടുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ അത് എക്സിക്യൂട്ട് ചെയ്യും. ഒരു കണ്ടീഷൻ റൂളുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏജന്റ് അതിനനുസൃതമായിട്ടുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണെന്ന് വെച്ചു, if temperature is below 20 degrees Celsius, then turn on heater. അതായത് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹീറ്റർ ടേൺ ഓൺ ചെയ്യണം. ഇതാണ് ഒരു ഇഫ് ദെൻ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ട ഒരു റിഫ്ലക്സ് വാക്വം ഏജന്റ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ വാക്വം ഏജന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിഫ്ലക്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ആ വാക്കോട് ചേർത്ത് വിളിക്കുകയാണ് റിഫ്ലക്സ് വാക്വം ഏജന്റ്. വാക്വം ക്ലിയറിൻ്റെ കാര്യം അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തെന്തായിരുന്നു അവിടെ? ഈ സ്റ്റാറ്റസ് ഈസ് ഈക്വൽ ടു ഡേർട്ടി, സ്റ്റാറ്റസ് ഡേർട്ടി ആണെന്ന് ചെക്ക് ചെയ്യാണ്. ദെൻ ഇഫ് ദെൻ റൂൾ വന്നു അല്ലേ? ഇഫ് ദെൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ദെൻ റിട്ടേൺ സക്ക് ചെയ്യാൻ പറയണം അല്ലേ? ഡേർട്ടി ആണെങ്കിൽ സക്ക് ചെയ്യണം. ഇനി ഡേർട്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അടുത്ത റൂളായിട്ട് കൊടുത്തു തരികയാണ് അല്ലേ? ഇവിടെ എൽസ് ഇഫ് അല്ലെങ്കിൽ ലൊക്കേഷൻ എ ആണെന്ന് നോക്കുകയാണ് അല്ലേ? നമ്മൾ രണ്ട് ലൊക്കേഷനൊക്കെ പറഞ്ഞു, ലൊക്കേഷൻ എ ഉണ്ടായിരുന്നു, ലൊക്കേഷൻ ബി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ലൊക്കേഷൻ എ ആണെങ്കിൽ എന്ത് ചെയ്യണം? ദെൻ റിട്ടേൺ റൈറ്റിലേക്ക് തിരിച്ചു പോകണം. ഓക്കെ, അതായത് റൈറ്റിനെ റിട്ടേൺ ചെയ്യണം. ആരാണ് ഇതൊരു ഫംഗ്ഷൻ മോഡലിൽ എഴുതിയത്? അപ്പോൾ റൈറ്റ് റിട്ടേൺ ചെയ്യണം. നമ്മൾ പറഞ്ഞത് ഡേർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? സക്കാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഈ കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ഒക്കെയാണ് എൽസ് ഇഫ് ലൊക്കേഷൻ ബി ആണോ നോക്കുകയാണ്. ബി ആണെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ലെഫ്റ്റ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ ഇഫ് ദെൻ റൂളുകളാണ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് കറണ്ട് പെർസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആക്ഷൻ ചെയ്യുന്നത്. അതായത് അതിന് എന്തില്ല, പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചോ അല്ലെ ഫ്യൂച്ചറിനെ കുറിച്ചോ എന്നുള്ള ഒരു ധാരണയില്ല. അപ്പോൾ പാസ്റ്റുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുന്നില്ല. അതുകൊണ്ട് അതിന് എന്തില്ല? മെമ്മറി ഇല്ല എന്ന് പറയാം. ദർ ഈസ് നോ മെമ്മറി, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ്ലെസ് ആണെന്ന് പറയും. മെമ്മറി ഇല്ലാത്തതിൻ്റെ വേറെ ടേമാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ് എന്ന് വിളിക്കുന്നത്. ഒരു സ്റ്റേറ്റ്ലെസ് ഏജന്റിന്റെ എക്സാമ്പിളാണ് ഈ സിമ്പിൾ റിഫ്ലക്സ് ഏജന്റ് എന്ന് പറയുന്നത്. കാരണം അത് എന്ത് ചെയ്യുന്നില്ല? പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും അത് ഓർത്ത് വെക്കുന്നത്. അതായത് പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഏജന്റിന് മെമ്മറി ഇല്ലാത്തത് കൊണ്ട് ഏജന്റിന് പ്രീവിയസ് ഇൻപുട്ട് ഓർത്ത് വെക്കാനോ
അതിൽ നിന്ന് ലേൺ ചെയ്യാനോ ഇവിടെ പറ്റൂല. അപ്പോൾ സിമ്പിൾ റിഫ്ലക്സ് ഏജന്റ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഏജന്റ് അല്ല. അപ്പം അതിൻ്റെ അകത്ത് കീ ആയിട്ടുള്ള പോയിന്റ് ആണ്, സിമ്പിൾ റിഫ്ലക്സിന്റെ അകത്തുള്ള കീ പോയിന്റ് ആണ്. അതിനെന്തില്ല, ദേ ആർ സ്റ്റേറ്റ്ലെസ്. ഞാനിപ്പോൾ പറഞ്ഞു അതെന്താണ്, സ്റ്റേറ്റ്ലെസ് ആണ്. സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതിനെന്തില്ല, ഇന്റേണൽ മെമ്മറി ഇല്ല. ഓക്കെ, അതായത് മുന്നേ ചെയ്ത ആക്ഷനെ കുറിച്ചോ സ്റ്റേറ്റിനെ കുറിച്ചോ ഇതിന് മെമ്മറി ഉണ്ടാവില്ല. അത് ഓരോ തീരുമാനങ്ങളും കറണ്ട് പെർസെപ്ഷനെ ബേസ് ചെയ്ത് കൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ഇത് എന്താണ്, വളരെ എന്താണ് ഫാസ്റ്റും റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജന്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻപുട്ടിനോട് മാത്രമാണ് ഇത് റിയാക്ട് ചെയ്യുള്ളൂ. കറണ്ട് ഇൻപുട്ടിനോട് മാത്രമാണ് ഈ ഏജന്റ് റിയാക്ട് ചെയ്യുള്ളൂ. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ അതിന് എന്തില്ല, ലേണിംഗ് ക്യാപ്പബിലിറ്റി ഇല്ല. അതായത് എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യാനോ അഡാപ്റ്റ് ചെയ്യാനോ ഇവയ്ക്ക് പറ്റില്ല. ഇവയുടെ ബിഹേവിയർ നമുക്ക് ഇൻ കേസ് നമുക്കിത് മാറ്റണമെങ്കിൽ, ഇവയുടെ ബിഹേവിയർ നമുക്ക് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ അവയുടെ റൂൾസിനെ നമ്മൾ മാനുവലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, റീപ്രോഗ്രാം ചെയ്യേണ്ടി വരും അല്ലേ. റൂൾസ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂൾസിനെ റീപ്രോഗ്രാം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഇതിൻ്റെ ബിഹേവിയർ മാറ്റാൻ പറ്റുള്ളൂ. അത് റൂൾസിന് എങ്ങനെ നമ്മൾ റീപ്രോഗ്രാം, നമ്മൾ മാനുവലി റീപ്രോഗ്രാം ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇത്തരം ഏജന്റുകൾ സിമ്പിൾ ടാസ്ക് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏജന്റാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ചൂട് എന്താണ്, ഇപ്പം ഒരു 32 ഡിഗ്രിയിൽ ചൂട് കൂടുകയാണെങ്കിൽ AC ഓൺ ചെയ്യാം. ചൂട് എത്രയാണ് സെൻസ് ചെയ്യണം, അത് 32 ഡിഗ്രി കൂടുതലാണോ നോക്കുന്നു, ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, AC ഓൺ ചെയ്യുന്നു. ഇതെന്തിൻ്റെ ഒരു എക്സാമ്പിളാ, സിമ്പിൾ റിഫ്ലക്സ് ഏജന്റ് എക്സാമ്പിളാ. ഓക്കെ, അപ്പം ഇത്തരം ഏജന്റുകൾ അത്രയും സിസ്റ്റം റൂളുകളായതുകൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ഏജന്റാണ്. അതായത് ഇറ്റ്സ് വെരി സിമ്പിൾ ടു ഇംപ്ലിമെന്റ്. കാരണം എന്താ സിമ്പിൾ ആവാൻ കാരണം, ഇംപ്ലിമെന്റേഷൻ സിമ്പിൾ ആവാൻ കാരണം എന്താ, ഇതിൻ്റെ നാച്ചർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവയെ നമുക്ക് ഡിസൈൻ ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും വളരെ എളുപ്പമാണ്. അതേപോലെ ഇത്തരം ഏജന്റുകൾ പാർഷ്യലി ഒബ്സർവബിൾ എൻവയോൺമെന്റിന് അനുയോജ്യമായ ഏജന്റാണ്. കാരണം അതത് സമയത്ത് കിട്ടുന്ന പെർസെപ്റ്റുമായി മാത്രമാണ് ഇത് ബന്ധം കാണിക്കുന്നത്. ഫുള്ളി ഒബ്സർവബിൾ എൻവയോൺമെന്റ് ആണെങ്കിൽ എല്ലാ നെസസറി ഇൻഫർമേഷനും വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇത് ബെസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഫുള്ളി ഒബ്സർവബിൾ എൻവയോൺമെന്റിന് അനുയോജ്യമായ ഒരു ഏജന്റ് ആണ് എന്ത്, ഈ സിമ്പിൾ റിഫ്ലക്സ് ഏജന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാർഷ്യലി വിസിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റുമായിട്ട് ഡീല് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവ ലേൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവ എന്താവില്ല, ഇംപ്രൂവ് ആവില്ല. ഇംപ്രൂവ് ആവാത്ത തരത്തിലുള്ള ഒരു ഏജന്റാണ് ഇവ. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു നല്ലൊരു എക്സാമ്പിളാണ്, സിമ്പിൾ റിഫ്ലക്സ് ഏജന്റിന്റെ നല്ലൊരു എക്സാമ്പിളാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് നമ്മൾ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറ്റർ ഓൺ ചെയ്യുന്ന, ഒരു ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് ഹീറ്റർ ഓൺ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനിവിടെ അതിൻ്റെ ഫംഗ്ഷൻ രീതി ഇഫ് ദെൻ വെച്ചിട്ട് എഴുതാം. ഇതാണ് ഇഫ് ടെമ്പറേച്ചർ ലെസ് ദാൻ desired temperature ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. ഇഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ലെസ് ദാൻ ഡിസൈഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ then എന്ത് ചെയ്യണം, ഹീറ്റർ ടേൺ ഓൺ അല്ലേ. അപ്പം ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത്
ടേൺ ഓൺ ഹീറ്റർ. ടെമ്പറേച്ചർ ഡിസൈഡ് ടെമ്പറേച്ചറിനേക്കാൾ ലെസ് ആണെങ്കിൽ എന്ത് ഓൺ ചെയ്യുക? ഹീറ്റർ ഓൺ ചെയ്യുക. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു എക്സാമ്പിളാണ് ഓട്ടോമാറ്റിക് ഡോർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ഡോർ എന്ന് പറയുന്നത് മറ്റൊരു നല്ലൊരു എക്സാമ്പിളാണ്. രണ്ടാമത്തത് ഓട്ടോമാറ്റിക് ഡോർ. ഓട്ടോമാറ്റിക് ഡോർ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഡോർ എന്ന് പറഞ്ഞാൽ ഒരു മോഷൻ ഡിറ്റക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡോർ ഓപ്പൺ ചെയ്യണം. നമ്മൾ എന്താണ് ഇപ്പം എസ്കലേറ്ററിൻ്റെ അകത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മോളിൻ്റെ അകത്തൊക്കെ നമ്മൾ പ്രവേശിക്കുന്ന സമയത്തൊക്കെ നമ്മളടുത്തും ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ ആണ് അല്ലേ? അപ്പോൾ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നോന്ന്, മോഷൻ ഉണ്ടോയെന്ന് ഡിറ്റക്ട് ചെയ്യേണ്ട ഒരു സെൻസർ അവിടെ ആവശ്യമുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെയും എങ്ങനെ ഇഫ് ദെൻ റൂൾ ഫോമിൽ എഴുതാം? ഇഫ് motion detected in front of door. If motion detected in front of ഡോറിൻ്റെ മുന്നിൽ മോഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ എന്ത് സംഭവിക്കണം? മോഷൻ ഉണ്ടെങ്കിൽ ഡോർ തുറക്കണം അല്ലേ? ദെൻ എന്ത് പറയാം? ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓപ്പൺ ഡോർ തുറക്കണം. ഇതാണ് ഓട്ടോമാറ്റിക് ഡോറിൻ്റെ ഇഫ് ദെൻ. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു മൂന്നാമത്തെ എക്സാമ്പിൾ സ്മോക്ക് ഡിറ്റക്ടർ. അതൊന്നുമില്ല, പേര് തന്നെയുണ്ട്. സ്മോക്ക് എന്ത് ചെയ്യുക? സ്മോക്ക് അത് പുകയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക അല്ലേ? ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാലാണ് പുക ഉണ്ടാവുക അല്ലേ? അപ്പം അങ്ങനെ ഒരു ഫാമിൻ്റെ അകത്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗോഡൗണിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇത് സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യേണ്ട എന്താ? സ്മോക്ക് ഉണ്ടോ എന്ന് സെൻസ് ചെയ്യുന്ന ഒരു സെൻസർ വേണം. സ്മോക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം അടിക്കണം അല്ലേ? അപ്പോൾ എങ്ങനെ കൊടുക്കാം? ഇഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്മോക്ക് ഡിറ്റക്റ്റഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ എങ്ങനെ എഴുതാം? ദെൻ അലാറം അടിക്കണം അല്ലേ? ദെൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് സൗണ്ട് അലാറം. ഓക്കെ. അപ്പോൾ സ്മോക്ക് ഡിറ്റക്ട് ചെയ്താൽ അലാം സൗണ്ട് ചെയ്യണം. അതൊരു മറ്റൊരു എക്സാമ്പിളാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിളാണ് സ്പാം ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്പാം ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇമെയിലിൻ്റെ ഒക്കെ എന്താക്കുന്നതാണ്? ഇമെയിലിൻ്റെ അകത്തൊക്കെ നമ്മൾ സ്പാം മെയിൽസുകളൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്പാം ഫിൽറ്ററിങ്. ബേസിക് സ്പാം ഫിൽറ്ററിനെ കൊണ്ടാണ് പറയുന്നത്. ബേസിക് ആണ് സ്പാം ഫിൽറ്റർ. ബേസിക് സ്പാം ഫിൽറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നുണ്ടാവുക? നമ്മൾ വരുന്ന ഇമെയിലിൻ്റെ അകത്ത് നമ്മൾ അല്ലേ എങ്ങനെ മനസ്സിലാക്കുക സ്പാം ഉണ്ടോയെന്ന് അല്ലേ? കുറച്ച് കീവേഡുകൾ ഇതിൻ്റെ ഡാറ്റാബേസിൽ ഓൾറെഡി കുറേ കീവേഡ്സുകൾ ഉണ്ടാവും അല്ലേ? സ്പാം ആവാൻ സാധ്യതയുള്ള സ്പാം ബിഹേവിയർ കാണിക്കാനുള്ള കുറച്ച് കീവേഡുകളുണ്ട്. ആ കീവേഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇഫ് ഇമെയിൽ contains suspicious keyword ഉണ്ടെങ്കിൽ അത് സ്പാം മെയിലാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിലോ നമുക്ക് ഇപ്പം ഒരു സെൻറ്റർ, ഒരു മെയിൽ സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മെയിൽ അഡ്രസ് അല്ലെങ്കിൽ എന്താണ് 123 എന്താണ് example.com എന്ന് പറയുന്നൊരു ഒരു സെൻറ്ററിൽ നിന്ന് മെയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടമാനം സ്പാം മെയിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് വരുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് വരില്ല അല്ലേ? അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ആക്കിയ സെൻറ്ററിൽ നിന്ന് വരുന്ന മെയിലുകളും സ്പാം ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെയും ചേർക്കാം. ഇമെയിലിൻ്റെ അകത്ത് സസ്പീഷ്യസ് കീവേഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓർ സെൻഡർ ഈസ് ഓൺ ബ്ലാക്ക് ലിസ്റ്റ്. മെയിൽ അയച്ച ആൾ, ഇങ്ങോട്ടേക്ക് മെയിൽ അയച്ച ആൾ, അതായത് സെൻഡർ ഈസ്
ഓൺ ബ്ലാക്ക് ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റിൻ്റെ അകത്തുണ്ടെങ്കിൽ ദെൻ നമുക്കെന്ത് പറയാം, ദെൻ make it as spam. Then make it as spam. Spam mail ആണെന്ന് പറയാം, spam message എന്ന് പറയാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഏജന്റിലേക്ക് പോവാം. അതിൻ്റെ പേരാണ് മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജന്റ് എന്ന് പറയുന്നത്. ഇവിടെ സിമ്പിൾ റിഫ്ലക്സ് ഏജന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജന്റിലെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിന് ഇന്റേണൽ സ്റ്റേറ്റ് ഉണ്ടാവും. അതേപോലെ ഇതൊരു പേര് തന്നെയുണ്ട്, മോഡൽ ബേസ്ഡ് എന്നാണ് പേര്, അല്ലേ? മോഡൽ ബേസ്ഡ്. ഓക്കെ, അപ്പം അതൊരു മോഡൽ, ഒരു റിയൽ വേൾഡിൻ്റെ ഒരു മോഡൽ അത് ഇന്റേണലി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് തൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റേണൽ മോഡൽ ഈ ഏജന്റിൻ്റെ കയ്യിലുണ്ടാവും. ഈ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇവ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഏജന്റുകൾ അവയുടെ ഇന്റേണൽ മോഡൽ കറണ്ട് ആൻഡ് പാസ്റ്റ് പെർസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്റ്റേറ്റ് പെർസെപ്റ്റ് ഹിസ്റ്ററിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇന്റേണൽ സ്റ്റേറ്റ് എന്താവാം, ഇന്റേണൽ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കാം. പെർസെപ്റ്റ് ഹിസ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ സ്റ്റേറ്റിൽ മാറ്റം വരും. ഓക്കെ, അപ്പം എന്തിനെ കൊണ്ട്, അത് കറണ്ടും പാസ്റ്റുമായിട്ടുള്ള പെർസെപ്റ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ സ്റ്റേറ്റിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരു മോഡല് ഇന്റേണലി ഉള്ളത് കൊണ്ട് അതിന് കറണ്ട്ലി വിസിബിൾ അല്ലാത്ത അതിൻ്റെ ലോകത്തെക്കുറിച്ചും കീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം മുന്നേ ഓൾറെഡി അത് പെർസീവ് ചെയ്ത കാര്യങ്ങൾ പെർസെപ്റ്റ് സീക്വൻസ് ആയിട്ട് ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കറണ്ട്ലി അതിന് വിസിബിൾ അല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അതിനെന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം പ്രീവിയസ്ലി അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇന്റേണലി ഇങ്ങനെ ഒരു മോഡൽ ഉള്ളത് കൊണ്ട് അതിന് കറണ്ട്ലി വിസിബിൾ അല്ലാത്ത അതിൻ്റെ ലോകത്തെക്കുറിച്ചും കീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇവയ്ക്ക് പാർഷ്യലി ഒബ്സർവബിൾ എൻവയോൺമെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെവിടെ പറ്റില്ലായിരുന്നു, സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റിൻ്റെ അകത്ത് പറ്റില്ലായിരുന്നു. ഇവയ്ക്ക് പാർഷ്യലി ഒബ്സർവബിൾ എൻവയോൺമെൻറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഏജൻറ്റാണ് മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതൊരു ആക്ഷൻ ചെയ്യുന്നതിന് മുന്നേ, ഇത്ര മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റുകൾ ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആ ആക്ഷൻ ഉണ്ടാക്കിയേക്കാവുന്ന ഔട്ട്കം അതിന് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ്. അതേപോലെ സിമ്പിൾ റിഫ്ലക്സ് ഏജന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, നമ്മൾ ഈ 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്ന താഴോട്ട് വരുന്നതനുസരിച്ച് ഇതിൻ്റെ കാപ്പബിലിറ്റിയും കോംപ്ലക്സിറ്റിയും ഒക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ സിമ്പിൾ റിഫ്ലക്സ് ഏജന്റിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏജന്റാണ് ഈ മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റ്സ് പറയുന്നത്. സിമ്പിൾ റിഫ്ലക്സ് ഏജന്റിന് എന്തുണ്ടായിരുന്നില്ല, മെമ്മറി ഉണ്ടായിരുന്നല്ലേ. പക്ഷെ മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജന്റിന് ഇന്റേണൽ മെമ്മറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ് ലെസ് ആയിട്ടുള്ള ഏജന്റ് അല്ല, ഇതിന് മെമ്മറി ഉണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ക്ലീനിങ് റോബോട്ട് ഉണ്ട്. ഒരു ക്ലീനിങ് റോബോട്ട് എന്ത് ചെയ്യാണ്, അത് ഓൾറെഡി ക്ലീൻ ചെയ്ത റൂമിന് എന്ത് ചെയ്യാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, എ ക്ലീനിങ് റോബോട്ട് remembers which room it has already cleaned.
ഓൾറെഡി ക്ലീൻ ചെയ്ത റൂമിന് അത് എന്ത് ചെയ്യുന്നു, ഓർത്ത് വെക്കുന്നു. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ്, മൂന്നാമത്തെ ടൈപ്പാണ് ഗോൾ ബേസ്ഡ് ഏജൻസ്. ഗോൾ ബേസ്ഡ് എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല, മലയാള ടേം എടുത്തു കഴിഞ്ഞാൽ ഗോൾ ബേസ്ഡ് മീൻസ് ലക്ഷ്യാധിഷ്ഠിതമായ ഏജന്റുകൾ, ഒരു ലക്ഷ്യത്തിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, ഒരു എയിമിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏജന്റാണ് ഇവ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏജന്റിന് ഇവിടെ ഒരു ഗോൾ ഉണ്ടായിരിക്കും, അതിനൊരു ലക്ഷ്യം, ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള, ഒപ്പം ഗോളിലേക്ക് എത്തുക എന്നൊരു ടെൻഡൻസി ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഗോൾ നേടിയെടുക്കാൻ തരത്തിലുള്ള ആക്ഷനാണ് ഇവ എടുക്കുക. അതായത് നമുക്കറിയാം, ഒരു ഏജന്റിന് ഒരു പോസിബിൾ ആയിട്ട് എന്താണ്, ഇപ്പം ഒരു ഗോൾ ഉണ്ട്, ഗോളിലേക്ക് എത്തണം, അതിൻ്റെ മുന്നിൽ പോസിബിൾ ആയിട്ട് 1, 2, 3 ഇങ്ങനെ 3 ആക്ഷൻ പോസിബിൾ ആണ്. ഒരു എന്താണ് റോബോട്ട്, അവനക്ക് കൈ ലെഫ്റ്റോട്ട് തിരിക്കാം, റൈറ്റിലോട്ട് മൂവ് ചെയ്യാം, ബാക്കിലേക്ക് മൂവ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് പോസിബിൾ ആക്ഷൻസ്, അതിന് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസുകൾ ഇങ്ങനെ 3 ആണെങ്കിൽ ഈ 3 അതെന്ത് ചെയ്യണം, ബെസ്റ്റ് ചൂസ് ചെയ്യണം, ഏത് ആക്ഷൻ ചെയ്താലാണ് ഗോളിലേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് എത്തുക. അപ്പം ഇങ്ങനെ അതെന്ത് ചെയ്യും, അതിൻ്റെ കയ്യിലുള്ള, അതിന് പോസിബിൾ ആയിട്ടുള്ള, അതിൻ്റെ മുന്നിൽ പോസിബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആക്ഷൻസ് അത് പരിഗണിച്ചിട്ട് അതിൽ നിന്ന് തൻ്റെ ഗോളിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ആക്ഷനാണ് അത് ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല, ഇപ്പം എന്താണ് ബാലരമേൻ്റെ അകത്തൊക്കെ എന്താ പറയുക, ഇപ്പം മിട്ടുമൊയിലിന് വഴിയാണിക്കൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ റൂട്ട് മാപ്പിങ്ങിൽ പല വഴിയൊക്കെ കൊടുത്തിട്ട് മിട്ടുമൊയിലുണ്ടാവും, അതിൻ്റെ വീടുണ്ടാവും സെൻറ്ററിൽ അല്ലേ. അപ്പം മിട്ടുമൊയിൽ എന്തിനാ പുറത്ത് കൂടെ ഇങ്ങനെ എന്ത് ചെയ്യണം, ഇവിടത്തേക്ക് എത്തണം, അതിൻ്റെ ഗോളിലേക്ക് എത്തണം. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്, ചെറിയ വഴി ബ്ലോക്ക് ആയിരിക്കും അല്ലേ. ഇതിൽ ഏത് ചൂസ് ചെയ്താലാണ് എത്തുക എന്നുള്ള, ഈ ഒരു ഡെസ്റ്റിനേഷനില്ല ഗോളിലേക്ക് എത്തുക എന്നുള്ളത് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മുന്നോട്ടേക്ക് വരുന്നതനുസരിച്ച് അതിൻ്റെ മുന്നിൽ പോസിബിളായ റൂട്ട് നിന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാം. ഇവിടെ ചെയ്യുന്ന എന്താ, അതിന് ഒരു ഏജന്റിന് പോസിബിൾ ആയിട്ടുള്ള ആക്ഷൻസുകൾ ഏതൊക്കെയാണോ ആ കൂട്ടത്തിൽ നിന്ന് ഏത് ആക്ഷൻ അത് സെലക്ട് ചെയ്യുക, അതിൻ്റെ ഗോളിലേക്ക് അതിനെത്തിക്കുന്ന തരത്തിലുള്ള ആക്ഷൻസ് ആണ് അത് ഓൾവേസ് അത് ചൂസ് ചെയ്യുക. ഇപ്പം ഇവിടെ ഇത് പല മാർഗങ്ങളും, ഇതിന് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പല മാർഗങ്ങളും അത് വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആക്ഷനാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിലും ഇവിടെ എയിം എന്നത് ഗോളിലേക്കുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കലാണ്. ഇതിൻ്റെ മുന്നിൽ പോസിബിളായിട്ട് പല ആക്ഷൻസ് ഉണ്ടാവും, പക്ഷെ ഓരോ ആക്ഷൻ അത് ചെയ്യുമ്പോഴും ഇവയുടെ എല്ലാ ആക്ഷൻസിലും അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഗോളിലേക്കുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കലാണ്, ഗോളിലേക്ക് അത് അടുത്തേക്ക് എത്തിക്കലാണ്. ഇതിൻ്റെ ഓരോ ആക്ഷൻ അത് ചെയ്യുമ്പോൾ അത് എയിം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മുന്നിൽ നമ്മൾ പറഞ്ഞു കുറേ ചോയ്സുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ 3 ആക്ഷൻസുകളാണ്, ഇത് ഗോളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻ്റാന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ പെർട്ടിക്കുലർ ഒരു ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ മുന്നിൽ 3 ആക്ഷൻസുകൾ പോസിബിളായി ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ സാധ്യമായിട്ടുള്ള ആക്ഷനുകളുടെ കൂട്ടത്തിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവ ചെയ്യുന്നത്, ഇതിൽ ബെസ്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവ ചെയ്യുന്നത് സെർച്ചിങ്ങും അതേപോലെ പ്ലാനിങ്ങും ഒക്കെ അത് ചെയ്യും. ബെസ്റ്റ് ആക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ചിങ്ങും പ്ലാനിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് അത് ബെസ്റ്റ് ആക്ഷൻ അവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ സെർച്ചിങ് ഉണ്ട്, എങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പം ഇവയ്ക്ക് തങ്ങളുടെ നിലവിലത്തെ നോളജിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി അതിനൊരു നോളജ് ഉണ്ടാവും, ആ നോളജിന് അതിനെന്ത് ചെയ്യാം, നിലവിലത്തെ നോളജിന് അതിന് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം ഏജന്റുകൾ, ഗോൾ ബേസ്ഡ് ഏജന്റുകൾ ഒരു ഫ്ലെക്സിബിൾ ഏജന്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവയുടെ തീരുമാനങ്ങൾ എന്താണ്, ഇവയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ ഇൻ്റലിജൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇവയ്ക്ക് സിമ്പിൾ റിഫ്ലെക്സ് ഏജന്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവയ്ക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഈ സെർച്ചിങ്ങും പ്ലാനിങ്ങും ഒക്കെ വെച്ചിട്ട് അതിന് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പ്ലാന് അത് നടത്തണം അല്ലേ. അപ്പോൾ പ്ലാന് കമ്പ്യൂട്ട് ചെയ്യാനുള്ളൊരു സമയം ഇത്തരം ഏജന്റുകൾക്ക് ആവശ്യമാണ്. അതിനൊരു സെർച്ചിങ് പ്ലാനിങ് നടത്തണമെങ്കിൽ അതിനൊരു സമയം അത് ആവശ്യമായിട്ട് വരും. ശ്രദ്ധിക്കേണ്ട കാര്യം,
ഒരു ഗോൾ ബേസ്ഡ് ഏജന്റ്, അതിൻ്റെ ലക്ഷ്യമുണ്ട് അല്ലേ. അപ്പം അത് ഗോൾ, അതിൻ്റെ ലക്ഷ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ഏജന്റുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഗോളുകൾ, ഇവയുടെ ഗോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ഗോൾ അതിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ. അതായത് ഗോൾ എന്തായിരിക്കണം, ഇത്തരം ഏജന്റുകളുടെ ഗോൾ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ഗോൾ ബേസ്ഡ് ഏജന്റിന്റെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്താണ്, ക്ലീനിങ് റോബോട്ടായ നമ്മൾ പറഞ്ഞിട്ടുള്ള റൂംബ എടുക്കാം. റൂംബ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, മുന്നേയുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. റൂംബ വിത്ത് ഗോൾ സെറ്റിംഗിലുള്ള ഒരു റൂംബ എന്ന് പറയുന്ന ക്ലീനിങ് റോബോട്ട്. ഈ ഒരു ക്ലീനിങ് റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗോൾ എന്തായിരിക്കും? അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എൻ്റെ റൂം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. എങ്ങനെ ക്ലീൻ ചെയ്യണം? അത് ഡേർട്ടി സ്പോട്ടിൽ എത്തിയിട്ട് എല്ലാം അങ്ങനെ അതെന്ത് ചെയ്യുന്നു, ക്ലീനിങ് ദി എൻ്റയർ റൂം ഓൺ റീച്ചിങ് ഓൾ ഡേർട്ടി സ്പോട്ട്. എല്ലാ ഡേർട്ടി സ്പോട്ടിലും എത്തിയിട്ട് എന്ത് ചെയ്യണം, റൂം ക്ലീൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഗോളിലേക്ക് എത്താനുള്ള പ്ലാനിങ് നടത്തും അല്ലേ. അതായത് അതിനൊരു പാത്ത് ഉണ്ടാവും, ഒരു പ്ലാൻ, they will plan a path പ്ലാൻ ചെയ്യും. അതേപോലെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലൊക്കെ എന്തുണ്ടാവാം, റൂമിൻ്റെ അകത്തൊക്കെ ഒബ്സ്റ്റക്കിളും കാര്യങ്ങളും ഉണ്ടാവാം. ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും, ഒബ്സ്റ്റക്കിൾസുകളുണ്ട് അവോയ്ഡ് ചെയ്യും. അതേപോലെ അത് അതിൻ്റെ റൂട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുന്നു. എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന തരത്തിൽ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൂട്ടൊക്കെ അത് ഒബ്സ്റ്റക്കിൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം റൂംബ വിത്ത് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗോൾ ബേസ്ഡ് ഏജന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കാം, ഈ നാവിഗേഷൻ സംവിധാനങ്ങളൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം അല്ലെ. നിങ്ങൾക്ക് മുൻപ് GPS വെച്ചുകൊണ്ട് GPS റൂട്ട് പ്ലാനിങ് ഒക്കെ അതിനൊരു ഡെസ്റ്റിനേഷൻ, ഒരു ഗോൾ ഉണ്ട് അല്ലേ. അപ്പം നാവിഗേഷൻ സംവിധാനങ്ങൾ ഒരു ഗോൾ ബേസ്ഡ് ഏജന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അതായത് GPS വെച്ചുകൊണ്ട് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്യുന്ന ഇതിനെ ഗോൾ ബേസ് ഏജന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്സ് പറയുന്നത്. യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റ് എന്ന് പറയുമ്പോൾ ഈ ഗോൾ ബേസ്ഡ് ഏജന്റിനേക്കാൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത തരത്തിലുള്ള ഒരു ഏജന്റ് ആണ് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് മറ്റേ ഏജന്റിനെ പോലെ, ഗോൾ ബേസ്ഡ് ഏജന്റിനെ പോലെ തന്നെ ഇവയ്ക്ക് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ഇവ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പല മാർഗങ്ങളുടെയും ക്വാളിറ്റി അളക്കാൻ ഇവർക്ക് കഴിയും. ആ ഒരു പ്രത്യേകതയാണ് യൂട്ടിലിറ്റി ഏജന്റിനുള്ളത്. അതായത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പല മാർഗങ്ങളുടെയും ക്വാളിറ്റി അവയ്ക്ക് അളക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് അത് ക്വാളിറ്റി അളക്കുന്നത്? ലക്ഷ്യത്തിലെത്താനുള്ള ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട് അവ ഓരോ പോസിബിളായ പ്രവർത്തനത്തിനും ആദ്യം ഒരു യൂട്ടിലിറ്റി വാല്യൂ, അത് നമ്മൾ പ്രിഫറൻസ് വാല്യൂ എന്ന് പറയും, അങ്ങനെ ഒരു യൂട്ടിലിറ്റി വാല്യൂ ആണ് നൽകുക. ഓക്കെ, ഒരു എന്താണ് പറയുക, ഇപ്പം ഇവിടെ ഒരു ഗോൾ കിടക്കാണ്, ഇതാണ് ഇതിൻ്റെ ഗോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഏജന്റ് ഇവിടെ കിടക്കുകയാണ്. അതിന് ഗോളിലേക്ക് എത്താൻ ജസ്റ്റ് ഒരു പിക്ചറിലായിട്ട് പറയാണ് കേട്ടോ. രണ്ട് പത്തുകളുള്ളതെന്ന് വെച്ചു. ഓക്കെ, ഇതിനകത്ത് ഈ ഏജന്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഇവിടുന്ന് ഇവിടത്തേക്ക് പോവാം, ഈ പോയിന്റിലേക്ക് പോവുക എന്നുള്ളതൊരു പ്രവർത്തനത്തിൽ നമ്മൾ അതിനൊരു പ്രിഫറൻസ് വാല്യൂ കൊടുക്കും അല്ലേ. അതിനൊരു പ്രിഫറൻസ് വാല്യൂ കൊടുക്കും. ഇവിടുന്ന് അടുത്ത ആക്ഷന് ഒരു പ്രിഫറൻസ് വാല്യൂ കൊടുക്കും. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ആക്ഷന് പ്രിഫറൻസ് വാല്യൂ, ഓരോ ആക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്രിഫറൻസ് വാല്യൂകൾ കൊടുക്കും. ഓക്കെ, ഈ പ്രിഫറൻസ് വാല്യൂകൾ കൊടുത്തിട്ട് ആണ് ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത്. അത് ഇങ്ങനെ പോസിബിളായ ഓരോ ആക്ഷനും ഞാനൊരു ജസ്റ്റ് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്, ഇത് നടന്നു പോകുന്നു എന്നുള്ളൊരു മീനിങ് അല്ല എടുക്കേണ്ടത്. അങ്ങനെ ഇത് ഏജന്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ആക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിഫറൻസ് വാല്യൂ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ പ്രിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ആ ആക്ഷൻ ഏജന്റിന് അനുയോജ്യമായിരിക്കുന്നു എന്നതിൻ്റെ അളവാണ് ആക്ച്വലി ഈ പ്രിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യാൻ പോകുന്ന ആ പെർട്ടിക്കുലർ ആക്ഷൻ എത്രത്തോളം അനുയോജ്യമാണെന്ന് തീരുമാനിക്കാൻ ഉള്ള ഒരു വാല്യൂ ആണ്, ഒരു അളവാണ് ആക്ച്വലി ഈ പ്രിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഇത്തരം ഏജന്റുകൾ ഗോൾ ബേസ് ഏജന്റ് എന്ന് വെച്ചാൽ അത് ഗോളിലെത്തുന്നുണ്ടോ ഓൾവേസ് നോക്കുള്ളൂ. പക്ഷെ ഇവിടെ ഇത് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റുകൾ അതിൻ്റെ ഗോളിൽ മാത്രമായിട്ട് തൃപ്തപ്പെടാതെ അതിലെത്താനുള്ള വഴി എത്ര സുരക്ഷിതമാണ്, എത്ര വേഗതയുള്ളതാണ്, ചെലവ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിവയൊക്കെ പരിഗണിച്ചിട്ടാണ് അതെന്ത് ചെയ്യുക, ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഗോള് മാത്രമല്ല അതിൻ്റെ മുന്നിൽ കിടക്കുന്നത്, ഗോളിലേക്ക് എത്താനുള്ള വഴി, ഗോളിലേക്ക് എത്തുന്ന വഴി എത്ര സുരക്ഷിതമാണ്, എത്ര വേഗതയിലാണ്, ഇങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യത്തിൽ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, വിജയകരമായ ലക്ഷ്യത്തിലെത്തുക എന്ന് മാത്രമല്ല അതിൻ്റെ ഫോക്കസ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ പറയാം. ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ കേസിൽ എന്താണ്, നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് ഡ്രൈവറിന് ഒരു എന്താണ് ഹിസ് ഓട്ടോണമസ് വെഹിക്കിൾ. സെൽഫ് ഡ്രൈവിംഗ് കാറിന് വ്യത്യസ്തമായ റൂട്ടുകൾ അതിന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി ഉണ്ടാവും. ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വ്യത്യസ്തമായ റൂട്ടുകൾ അതിൻ്റെ മുന്നിലുണ്ടാവും. അപ്പോൾ ആ റൂട്ടുകൾ അത് വിലയിരുത്തും അല്ലേ. ഇപ്പോൾ എന്താണ് പറയുക, അപ്പം വേഗത കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് റൂട്ടുകൾ എന്ത് ചെയ്യും, വിലയിരുത്തും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എഴുതാം. ഇതിൻ്റെ അകത്ത് ഇപ്പം എന്താണ്, ഇപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് റൂട്ടിനെ എ എന്ന് വിളിക്കുകയാണ്, റൂട്ട് എ. ഇപ്പോൾ റൂട്ട് ചെയ്യേണ്ട വേഗത എന്ന് പറയുന്നത് അത് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് 10 മിനിറ്റ് എടുക്കുന്നുണ്ട് വെച്ചോ, 10 മിനിറ്റ്. ഓക്കെ, അപകട സാധ്യത എന്താണ് കുറവാന്ന് വെച്ചോ, അപകട സാധ്യത ഇവിടെ കുറവാണ്, അപകട സാധ്യത കുറഞ്ഞ റൂട്ടാണ് റൂട്ട് എ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ട്രാഫിക് കുറവാണ്, ട്രാഫിക് കുറവായ റൂട്ടാണ് ഈ റൂട്ട് എ. ഇനി മറ്റൊരു റൂട്ടുണ്ട്, ഡെസ്റ്റിനേഷനിൽ എടുത്താൻ വേണ്ടി സെൽഫ് ഡ്രൈവിംഗ് കാറിന് മറ്റൊരു റൂട്ടുണ്ട്, ആ റൂട്ടിൻ്റെ പേര് ബി ആണെന്ന് വെച്ചു. അപ്പം ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് 8 മിനിറ്റ് ആണെന്ന് വെച്ചു, 8 മിനിറ്റ്. അതിൻ്റെ അപകട സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണെന്ന് വെച്ചു, അപകട സാധ്യത കൂടുതലാണ്. ഓക്കെ, ട്രാഫിക് മിതമാണെന്ന് വെച്ചു, മിതമായ ട്രാഫിക്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഇവിടെ 10 മിനിറ്റ് എടുക്കുകയാണ്, ഇവിടെ 8 മിനിറ്റ് കൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തും. പക്ഷെ ഇവിടെ അപകട സാധ്യത കുറവാണ്, ട്രാഫിക് എന്താണ് കുറവാണ്. പക്ഷെ ഇവിടത്തേക്ക് വരുമ്പോൾ അപകട സാധ്യത കൂടുതലും ട്രാഫിക് മിതമായൊരു പാത്താണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു 2 റൂട്ടാണ് ഈ ഏജന്റിന്റെ മുന്നിലുള്ളത്. അപ്പം ഇങ്ങനെയുള്ള റൂട്ടുകളൊക്കെ ഇത് വിശകലനം ചെയ്തിട്ട്, ഇങ്ങനെ റൂട്ടുകളൊക്കെ വിശകലനം ചെയ്ത ശേഷം കാറ് ഉയർന്ന യൂട്ടിലിറ്റി സ്കോർ നൽകുന്ന റൂട്ട് തിരഞ്ഞെടുക്കുക. അതായത് റൂട്ട് എ ആണ് ഇത് തിരഞ്ഞെടുക്കാൻ ഇവിടെ സാധ്യത കൂടുതൽ. കാരണം എല്ലാം ലക്ഷ്യം മാത്രമല്ല ഇത് കൺസിഡർ ചെയ്യുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന യൂട്ടിലിറ്റി സ്കോർ ഇവിടെ എ എന്ന് പറയുന്ന റൂട്ടിനുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് എ എന്ന് പറയുന്ന റൂട്ടാണ് തിരഞ്ഞെടുക്കുക. അപ്പം അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതൊരു സുരക്ഷിതവും സ്ഥിരതയായിട്ടുള്ളൊരു ദൗത്യ പ്രവർത്തനമായിട്ട് ഇത് അവിടെ മാറുകയാണ്. നമുക്ക് 1-2 എക്സാമ്പിളിലൂടെ വേറെ നോക്കാം. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു AI ട്രാവൽ പ്ലാനർ ഉണ്ടോ, ട്രാവൽ പ്ലാൻ ചെയ്യുന്നത്, ട്രാവൽ പ്ലാനർ. ഓക്കെ, പിന്നെ ട്രാവൽ പ്ലാനർ എന്താ ചെയ്യുക, അതെന്ത് ചെയ്യും, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ടായിരിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് ഈ ഓൺലൈൻ ഷോപ്പിംഗ് അസിസ്റ്റന്റുകൾ പറയാം. ഓൺലൈൻ
ഓൺലൈൻ ഷോപ്പിംഗ് അസിസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത് നമ്മളെ എന്താണ് ആമസോൺ AI പോലുള്ളത്. ആമസോൺ AI. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സെനാരിയോ നോക്കാം. ഇപ്പം ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ഏജന്റിന്റെ സെനാരിയോ എന്തായിരിക്കും? സെനാരിയോ എന്ന് പറയുന്നില്ല, പ്രൊഡക്റ്റുകൾ സജസ്റ്റ് ചെയ്യാന്നാണ് ഇതിൻ്റെ സെനാരിയോ ആയിട്ട് വരിക. ഇനി അതിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കും? യൂസറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച്, യൂസറിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച്, യൂസറിൻ്റെ ബ്രാൻഡ് ലോയലിറ്റി അനുസരിച്ച്, യൂസറിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയം അനുസരിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ അകത്ത് വരിക. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അത് ചെയ്യുന്ന ആക്ഷൻ എന്തായിരിക്കും? യൂസർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും? റെക്കമെൻഡ് ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. ഓൺലൈൻ ഷോപ്പിംഗ് അസിസ്റ്റന്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യണം. ആർക്ക്? യൂസർക്ക്. ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ്? യൂസർ സാറ്റിസ്ഫിക്കേഷൻ മാക്സിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടേം നമ്മൾ യൂട്ടിലിറ്റി സ്കോർ അല്ലെങ്കിൽ പ്രിഫറൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. യൂട്ടിലിറ്റി മീൻസ് അവിടെ പ്രിഫറൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ ടൈപ്പ് ലേണിംഗ് ഏജന്റ്. ലേണിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ പരിചയത്തിൽ നിന്ന് ലേൺ ചെയ്തിട്ട് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന ഏജന്റുകളാണ് ഇവ. അതിൻ്റെ എൻവയോൺമെൻറ്റ് ചേഞ്ചസുകൾക്കനുസരിച്ച്, അതിൻ്റെ പാരിസ്ഥിതിക മാറ്റങ്ങൾക്കനുസരിച്ച് ഇവ സ്വയം മെച്ചപ്പെടുന്നു. സെൽഫ് ഇംപ്രൂവിങ് ഏജൻസികളാണ് ഈ ലേണിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. കോംപ്ലക്സിറ്റി കൂടി നമ്മൾ ഏറ്റവും കോംപ്ലക്സിറ്റിയുടെ പീക്കിൽ നമ്മളിപ്പോൾ 5 പറഞ്ഞ 5ാമത്തേതാണ് അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഏജന്റ് ആണ്. അപ്പോൾ ഇത് ലേൺ ചെയ്യുന്ന തരത്തിലുള്ള ഏജന്റുകളാണ്. അപ്പോൾ ലേണിംഗ് ക്യാപ്പബിലിറ്റി ഇവയ്ക്ക് ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് ലേൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി നടക്കാൻ തുടങ്ങുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് എൻ്റെ കയ്യിലുണ്ടാവും. ജന്മനാൾ കുറച്ച് നോളജ് എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ഏജന്റുകൾക്ക് ബേസിക് നോളജ് വെച്ചാണ് ഇത് എന്ത് ചെയ്യുക? ആക്ട് ചെയ്ത് തുടങ്ങുക. അങ്ങനെ ആക്ട് ചെയ്ത് തുടർന്നത് എന്ത് ചെയ്യും? ലേണിങ്ങിലൂടെ അഡാപ്റ്റ് ചെയ്യുകയും ആക്ട് ചെയ്യുകയും ചെയ്യും. ബേസിക് നോളജ് വെച്ചിട്ട് ആക്ട് ചെയ്ത് തുടങ്ങും. പിന്നീട് എന്ത് ചെയ്യുന്നു? പിന്നീട് അത് തുടർന്നിട്ട് ലേണിങ്ങിലൂടെ അഡാപ്റ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഏജന്റ്, ഒരു ലേണിംഗ് ഏജന്റിന് പ്രധാനമായിട്ടും 4 കോൺസെപ്ച്വൽ കമ്പോണൻസുകളാണുള്ളത്. ആ 4 കോൺസെപ്ച്വൽ കമ്പോണൻറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് ലേണിംഗ് എലമെന്റ് എന്ന് പറയുന്നതാണ്. ലേണിംഗ് എലമെന്റ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻറോൾമെന്റിൽ നിന്ന് ലേൺ ചെയ്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഭാഗമാണ് ഈ ലേണിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. ലേണിങ്ങിന് 4 കൺസെപ്ച്വൽ കമ്പോണൻ്റ് ആണ് ഉള്ളത്. കോൺസെപ്ച്വൽ കമ്പോണൻസ് ആണ് കേട്ടോ. അപ്പം ലേണിംഗ് എലമെന്റ് ആണ് ആദ്യത്തെ കോൺസെപ്ച്വൽ കമ്പോണൻറ്റ്. ലേണിംഗ് എലമെന്റ് എന്താണ്? ലേണിംഗ് എലമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? എൻറോൾമെന്റിൽ നിന്ന് ലേൺ ചെയ്തിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുന്ന ഭാഗമാണ് ഈ ലേണിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എലമെന്റ് ആണ് പെർഫോമൻസ് എലമെന്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് എക്സ്റ്റേണൽ ആക്ഷൻ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഭാഗമാണ് പെർഫോമൻസ് എലമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മൂന്നാമത്തെ എലമെന്റ് ആണ് ഫീഡ്ബാക്ക്. അതിനെ നമ്മൾ ക്രിട്ടിക് എന്ന് പറയും. ക്രിട്ടിക് എന്ന് പറയാം. ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കിനെ നമ്മൾ എന്ത് വിളിക്കുന്ന? ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് സക്സസും അതിൻ്റെ ഫെയിലിയറും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഈ ക്രിട്ടിക് ഭാഗം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺ ഹൗ ദി ഏജന്റ് ഈസ് ഡൂയിങ് ആൻഡ് ഡിറ്റർമൈൻസ് ഹൗ ദി പെർഫോമൻസ് എലമെന്റ് ഷുഡ് ബി മോഡിഫൈഡ് ടു ഡു ബെറ്റർ ഇൻ ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സക്സസും ഫെയിലിയറും ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം.
ഇനി നാലാമത്തെ ഭാഗമാണ് പ്രോബ്ലം ജനറേറ്റർ എന്ന് പറയുന്നത്. പ്രോബ്ലം ജനറേറ്റർ നാലാമത്തെ പാർട്ടാണ് പ്രോബ്ലം ജനറേറ്റർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സജഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ഇത് കാര്യങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ പുതിയ ആക്ഷൻ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം പുതിയ ആക്ഷൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു കമ്പോണൻ്റ് ആണ് ഈ പ്രോബ്ലം ജനറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഒരു ലേണിംഗ് ഏജന്റ് ഈ പ്രോബ്ലം ജനറേറ്റർ ഉപയോഗിച്ചിട്ട് പുതിയ ആക്ഷനുകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ലേണിംഗ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ലേണിംഗ് ഏജന്റുകൾ പ്രോബ്ലം ജനറേറ്റർ ഉപയോഗിച്ച് ജനറേറ്റർ പറഞ്ഞ ഈ ഒരു കമ്പോണന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? കോൺസെപ്റ്റുവൽ കമ്പോണന്റ് ആണ് ഓൾറെഡി പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള കോൺസെപ്റ്റ് പ്രോബ്ലം ജനറേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റുവൽ കമ്പോണന്റ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ആക്ഷൻ അത് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ, ഈ ഒരു ലേണിംഗ് ഏജന്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് അൺനോൺ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അൺനോൺ എൻവയോൺമെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അൺനോൺ എൻവയോൺമെന്റ് അകത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് അത് ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആണോ അല്ലയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കാര്യം എന്താണ്, സക്സസ് നിന്നും നമുക്ക് ഫെയിലിയർ നിന്നും ഇതിന് ലേൺ ചെയ്യാൻ പറ്റും. ലേൺ ഫ്രം സക്സസ്, ലേൺ ഫ്രം സക്സസ് ആൻഡ് മിസ്റ്റേക്ക് അല്ലെ ഫെയിലിയർ എന്ന് പറയും, ആൻഡ് മിസ്റ്റേക്സ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് അതിനെ തന്നെ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യമാണ് ഇറ്റ് ക്യാൻ അപ്ഡേറ്റ് ഇറ്റ് സെൽഫ്. സ്വയം അതിന് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ഇറ്റ് സെൽഫ് ഓട്ടോമാറ്റിക്കലി. നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ മാനുവലി പോയി റീപ്രോഗ്രാം ചെയ്യേണ്ടത്, അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ ഇത് ലേൺ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത. ലേൺ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ വരില്ല. പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ലേൺ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഇത് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇമെയിൽ സ്പാം ഫിൽട്ടർ, നേരത്തെ പറഞ്ഞ ബേസിക് സ്പാം ഫിൽട്ടർ അല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ സ്പാം ഫിൽട്ടർ ആണെന്ന് വെച്ചാൽ, അപ്പോൾ ഇമെയിൽ സ്പാം ഫിൽട്ടർ ഇപ്പോൾ ബെറ്റർ ആയിട്ട് വരിക, അത് എന്താണ്? സ്പാം യൂസർ ഫീഡ്ബാക്കും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്താണ് അതെന്താവുക? ബെറ്റർ ആവുക. അതായത് ഇമെയിൽ ഫിൽട്ടർ ദാറ്റ് ഗെറ്റ് ബെറ്റർ അറ്റ് ഡിറ്റക്ടിങ് സ്പാം ബൈ അനലൈസിങ് യൂസർ ഫീഡ്ബാക്ക് അനലൈസ് ചെയ്തുകൊണ്ട് അത് സ്പാം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവുന്നു? ബെറ്റർ ആവുന്നു. അത് ലേൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇമ്പ്രൂവ് ചെയ്യാണ് അല്ലേ. അപ്പം അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാർ നമുക്ക് ഇവിടെയും പറയാം. സെൽഫ് ഡ്രൈവിംഗ് കാർ എങ്ങനെയുള്ള സെൽഫ് ഡ്രൈവിംഗ് കാറാണെന്ന് നോക്കാം. അപ്പം സെൽഫ് ഡ്രൈവിംഗ് കാറിനെ സംബന്ധിച്ചോളം ഇവിടെ ലേണിംഗ് എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്രയും എലമെന്റുകൾ വേണം അല്ലേ, ഇത്രയും കോൺസെപ്റ്റൽ കമ്പോണന്റ് വേണം. അപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ലേണിംഗ് എലമെന്റ് എന്തായിരിക്കും? ലേണിംഗ് എലമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? ട്രാഫിക് പാറ്റേൺ ലേൺ ചെയ്യുന്നത്, പാസ്റ്റ് ഡ്രൈവിംഗ് ബിഹേവിയർ, അതേപോലെ എന്താണ് സെൻസർ ഡാറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ലേണിംഗ് എലമെന്റ് ആയിട്ട് വരിക. ഇനി അതിൻ്റെ പെർഫോമൻസ് എലമെന്റ് ആയിട്ട് എന്താ വരിക? പെർഫോമൻസ് എലമെന്റ് ആയിട്ട് സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ പെർഫോമൻസ് എലമെന്റ് ആയിട്ട് വരിക അതെന്ന് പറയുന്നത് ഇപ്പോൾ കൺട്രോൾ സ്റ്റിയറിംഗ്, സ്പീഡ്, ബ്രേക്കിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എലമെന്റ് ആയിട്ട് വരിക. പിന്നെ ഇതിൻ്റെ ക്രിട്ടിക് എന്തായിട്ടാണ് വരിക? സേഫ് ഡ്രൈവിങ്ങിന് എന്ത് കൊടുക്കുന്നു? ക്രിട്ടിക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ ക്രിട്ടിക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സേഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ സേഫ് ഡ്രൈവിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും? റിവാർഡ് ചെയ്യും. സേഫ് ഡ്രൈവിങ്ങിന് റിവാർഡ് ചെയ്യും. അതേപോലെ മിസ്റ്റേക്സിന് നമ്മൾ പെനലൈസ് ചെയ്യും. മിസ്റ്റേക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കൊളീഷൻ വന്നു, കൊളീഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? പെനലൈസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് ക്രിട്ടിക്കുന്നത്. ഫീഡ്ബാക്സ് ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത്. ഇനി നാലാമത്തത് പ്രോബ്ലം ജനറേറ്റർ. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ജനറേറ്റർ കമ്പോണൻ്റ് അകത്ത് വരുന്നത്? സെൽഫ് ഡ്രൈവിംഗ് കാറിനെ സംബന്ധിച്ചോളം പ്രോബ്ലം ജനറേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പുതിയ ഒരു
പുതിയൊരു ഡ്രൈവിംഗ് എൻവറോൺമെന്റിലേക്ക് ഇത് പോവാണ്. അതായത് ഒന്നുമില്ല, സജസ്റ്റിംഗ് ഡ്രൈവിംഗ് എ ന്യൂ എൻവറോൺമെന്റ്, പുതിയൊരു എൻവറോൺമെന്റിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ബെറ്റർ ലേണിങ്ങിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാണ്. അപ്പം ഇത്രയാണ് ഈ ലേണിംഗ് ഏജന്റിനെ കുറിച്ച് പറയുന്നത്. ലേണിംഗ് ഏജന്റ് പറയുന്നത് സ്വയം ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഇത് ലേൺ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ലേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ലേണിംഗ് ടൈമിൽ മിസ്റ്റേക്കുകൾ വരുത്താനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏജന്റാണ് ഈ ലേണിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമുക്ക് അവിടെയുള്ളത് 5 ടൈപ്സ് ഓഫ് ലേണിംഗ് 5 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻ്റ് ഏജന്റുകളാണ്. ഇപ്പോൾ ഏജന്റുകളുടെ സങ്കീർണതയും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഏറ്റവും എന്താണ് സങ്കീർണത കുറഞ്ഞതാണ് സിമ്പിൾ റിഫ്ലെക്സ് ഏജന്റ്. ഇഫ് ദെൻ റൂളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അല്ലേ. പിന്നെ കുറച്ചുകൂടെ സങ്കീർണത കൂടിയ ഒരു ടൈപ്പാണ് മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജന്റ് അല്ലേ. അവിടെ ഒരു ഇന്റേണൽ മോഡൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇന്റേണൽ മോഡലിന്റെ ഹെൽപ്പോട് കൂടി അതിനെന്ത് ചെയ്യാം, അതിന് കറണ്ട് അതിൻ്റെ ഒരു ഇൻപുട്ടിൽ കിടക്കാത്ത കാര്യങ്ങളും അതിന് മുന്നേ പിന്നെ പെർസെപ്റ്റ് സീക്വൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ കീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന് കറന്റ്ലി വിസിബിൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ കീപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സിമ്പിൾ റിഫ്ലെക്സ് ഏജന്റ് എന്തില്ല എന്ന് പറഞ്ഞു അതിന് മെമ്മറി ഇല്ല, നോ മെമ്മറി. അതായത് അത് സ്റ്റേറ്റ്ലെസ് ആണ്. പക്ഷെ മോഡൽ ബേസിലേക്ക് വരുമ്പോൾ അതെന്താണ്, അതിന് മെമ്മറി ഉണ്ട് അല്ലേ. പിന്നെ അടുത്ത ടൈപ്പാണ് നമ്മൾ പറഞ്ഞത് ഗോൾ ബേസ്ഡ് ഏജന്റ്. ഒരു ലക്ഷ്യമുള്ള തരത്തിലുള്ള ഏജന്റ്, ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആക്ഷൻസ് ആണ് അല്ലേ. ഓൾവേസ് അത് അതിൻ്റെ മുന്നിൽ പോസിബിൾ ആയ ആക്ഷനുള്ള കൂട്ടത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ഉചിതമായ ആക്ഷൻ അത് കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റ് ആണ് അല്ലേ. ഇവിടെയും എന്താണ്, ഗോളുകളുണ്ട്. ഗോൾ ബേസ്ഡ് ഏജന്റിനെ പോലെ തന്നെ യൂട്ടിലിറ്റി ഏജന്റിന് ഗോൾ ഉണ്ട്. പക്ഷെ ഗോളിൽ മാത്രമല്ല അതിൻ്റെ കൺസിഡറേഷൻ, ആ ഗോളിലേക്ക് എത്താൻ അതെന്ത് ചെയ്യും, അതിൻ്റെ ഗോളിലേക്ക് എത്താനുള്ള പാത്തിൻ്റെ ക്വാളിറ്റി കൂടെ അത് എന്ത് ചെയ്യും, പരിഗണിക്കും. അതുകൂടെ പരിഗണിച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രിഫറൻസ് വാല്യൂസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി വാല്യൂസ് ഇത് ഓരോ ആക്ഷൻസിനും അത് കൊടുക്കുന്നത്. പിന്നെ അഞ്ചാമത്തത് പറഞ്ഞു ഏറ്റവും ഔട്ടറായിട്ട് കിടക്കുന്നത് ലേണിംഗ് ഏജന്റ്. കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഏജന്റ് ലേണിംഗ് ഏജന്റ്. അപ്പോൾ ലേണിംഗ് ഏജന്റ് സെൽഫ് ഇംപ്രൂവ് ചെയ്യുന്ന, സ്വയം ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഏജന്റാണ്. ഇത്രയും ടൈപ്പ് ഓഫ് ഏജന്റുകളാണ് പഠിക്കാനുള്ളത്. ഇതുകൂടെ കഴിയുന്നതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ